ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് 7 മരണം, 27 പേർക്ക് പരിക്ക്, 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനം ഫരീദാബാദിൽ നിന്നടക്കം പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെ എന്ന് റിപ്പോർട്ട്. ബീഹാറിലും ഇന്നും ജയത്തിന് പിന്നാലെ NDA സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായേക്കും. BJPക്ക് ഉപമുഖ്യമന്ത്രി പദം. കനത്ത തോൽവിയിൽ കടുത്ത നടപടിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ്. PCC അധ്യക്ഷനെ മാറ്റിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ചോദ്യം ചെയ്ത് SIT. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. വിവാദങ്ങൾക്കിടെ K. ജയകുമാറും K. രാജുവും ഇന്ന് ചുമതലയേൽക്കും. കണ്ണൂർ പാലത്തായി പീഡന കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഉത്തരവ് പുറപ്പെടുവിക്കുക. BJP നേതാവും അധ്യാപകനുമായ പത്മകുമാർ 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ വിജ്ഞാപനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. വിജ്ഞാപനം നിയമപരമല്ല എന്ന് സർക്കാർ. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ പ്രതിഷേധം ഇന്ന്. കണ്ണൂർ കോർപ്പറേഷനിൽ LDF UDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അധിക സീറ്റ് വേണമെന്ന ലീഗ് നിലപാട് തള്ളി കോൺഗ്രസ്. സമവായത്തിൽ എത്തിയത് സീറ്റ് വെച്ചുമാറ്റത്തിലൂടെ. LDF പട്ടിക സ്വതന്ത്രരെയും ഉൾപ്പെടുത്തിയെന്ന് സൂചന. കോഴിക്കോട് മുക്കം നഗരസഭയിൽ ഇത്തവണ UDF വെൽഫെയർ പാർട്ടി സഖ്യമില്ല. നഗരസഭയിലെ 5 ഡിവിഷനുകളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് UDFുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന്. തിരുവനന്തപുരം ടെമ്പിൾ എൻട്രി LP സ്കൂളിൽ ബോധവൽക്കരണ സൂംബ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സത്യസേവാ ഓർഗനൈസേഷൻ അംഗങ്ങളായ അജയ്കുമാർ, സായി കിരൺ എന്നിവരാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. റിട്ടയർഡ് AEO ബീന റാണി വിദ്യാർത്ഥികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. തിരുവനന്തപുരം പേട്ട ഗവൺമെന്റ് LP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. EHB അംഗങ്ങളായ അജയ്കുമാർ, സായി കിരൺ, മുൻ AEO ബീന റാണി, സൂംബ പരിശീലക അഡ്വക്കേറ്റ് ഉഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മധുരവും സമ്മാനങ്ങളും നൽകി. ഇടുക്കി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥിനികളും അമ്മമാരും ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനുള്ള മുടി മുറിച്ചു നൽകിയാണ് സമൂഹത്തിന് ശിശുദിന സന്ദേശം നൽകിയത്. ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര കൾച്ചറൽ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ശിശുദിനം ആഘോഷിച്ചു. വർണ്ണോത്സവം 2025 എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി നടന്ന ശിശുദിന റാലി വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികൾ നയിച്ച ശിശുദിന റാലിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ ടൗൺ ഹാളിൽ സ്വീകരിച്ചു. ശിശുദിനത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ആദരവുമായി തൃശൂർ IES സ്കൂൾ 1790 വിദ്യാർത്ഥികളുടെ പേരുകൾ വെള്ളാരം കല്ലുകളിൽ എഴുതി. അതുപയോഗിച്ച് നെഹ്റുവിന്റെ ചിത്രമൊരുക്കി. മാനേജ്മെന്റ് ജോയിന്റ് സെക്രട്ടറി ജിനി CAയുടെ ആശയം ചിത്രകലാ അധ്യാപകനായ ജോഷി KOയാണ് വിദ്യാർത്ഥികളുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത്. യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ചയുടെ പ്രതിഷേധം. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്താണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ച മാർച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ CMS LP സ്കൂളിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇക്കോ ബ്രിക്സ് പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ ഇക്കോ ബ്രിക്സുകളും പൂന്തോട്ടവും ഒരുക്കിയത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ടാണ് വൃന്ദാവൻ ഔഷധ ഉദ്യാനത്തിന്റെ സഹകരണത്തോടെ സ്കൂളിൽ ഇക്കോ ബ്രിക്സുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. കോട്ടയം ഉഴവൂർ അരീക്കര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2ാമത് ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പൂഞ്ഞാറിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ അച്ചുകാവ് ഊട്ടുകുളം റോഡിന്റെയും 13ാം വാർഡിലെ ഞണ്ടുകല്ല് മക്കൊള്ളി റോഡിന്റെയും ഉദ്ഘാടനങ്ങളാണ് നിർവഹിച്ചത്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു.
കോട്ടയത്ത് വർണ്ണാഭമായ റാലിയോടെ ജില്ലാതല ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെയും ചങ്ങനാശ്ശേരി നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കുട്ടികളുടെ പ്രധാനമന്ത്രിയായ ദുആ മറിയം സലാം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ കുട്ടികളുടെ സ്പീക്കർ നിഷാൻ ഷറഫ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കുന്നതിനുള്ള സമയത്തിൽ ഡിസംബർ 1 മുതൽ മാറ്റം. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെയും വൈകുന്നേരം 6 മുതൽ 8 വരെയും പാസോടുകൂടി സന്ദർശനം അനുവദിക്കും. വൈകുന്നേരം 4 മുതൽ 6 വരെ പാസ് ഇല്ലാതെ സന്ദർശിക്കാം. രോഗികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് ഈ സമയത്ത് സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. മലപ്പുറം പെരിന്തൽമണ്ണ ഉപജില്ല കലാകായിക കിരീടം കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. പ്രിൻസിപ്പൽ അനിൽകുമാർ, യൂണിയൻ ചെയർമാൻ സഹദ് ഫർഹാൻ, ആർട്സ് സെക്രട്ടറി നിദ, സ്പോർട്സ് സെക്രട്ടറി ഫാത്തിമ നിദ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം കാരക്കുന്ന് ഹാജിയാർപടിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പന്നിപ്പാറ സ്വദേശി ശങ്കരനാണ് പരിക്കേറ്റത്. ശങ്കരനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തീയ വിഭാഗത്തെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി വിധിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് തീയ മഹാസഭാ ഭാരവാഹികൾ. OBCയിൽ ഇപ്പോൾ നൽകി വരുന്ന സംവരണത്തിൽ ഈഴവർക്കും തീയർക്കും തുല്യമായി ലഭിക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും നേതാക്കൾ മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെയും കമ്മിറ്റിയുടെയും സ്ഥാനാരോഹണ ചടങ്ങ് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്നു. പുതിയ പ്രസിഡന്റായി ഡോക്ടർ അബ്ദുറഹിമാൻ നെടിയടത്തെയും സെക്രട്ടറിയായി ഡോക്ടർ അനൂർ റിയാസും ചുമതലയേറ്റു. പരിശീലനം പൂർത്തിയാക്കിയ 406 പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. MSP ബറ്റാലിയനിലെ 319 പോലീസ് കോൺസ്റ്റബിൾ സേനാംഗങ്ങൾ, 9 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 1 ഹവിൽദാർ എന്നിങ്ങനെ 329 പേരും കേരള ആംഡ് പോലീസ് 1-ാം ബറ്റാലിയനിലെ 77 റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. സർവോദയം കുര്യന്റെ 26-ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു. സമ്മേളനം മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കോക്കാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കേരളത്തിലെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള സർവോദയം കുര്യൻ അവാർഡ് ജോണി വൈപ്പിന് സമ്മാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശുചിത്വ മിഷൻ തയ്യാറാക്കിയ ഹരിത ചട്ടപാലനം സംശയങ്ങളും മറുപടികളും എന്ന ഹാൻഡ്ബുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ പ്രകാശനം ചെയ്തു. ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ പൊതു തിരഞ്ഞെടുപ്പിനുള്ള സന്ദേശമെന്ന് കമ്മീഷണർ പറഞ്ഞു. തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ നെഹ്റു പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 165ാമത് നെഹ്റു ജന്മജയന്തിയും ശിശുദിന ആഘോഷങ്ങളും സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടാണ് നെഹ്റു ആധുനിക ഭാരതത്തിന് അടിത്തറയിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് പണം തട്ടിയ കേസിൽ യുവതി അറസ്റ്റിൽ. ഹരിയാന ഫരീദാബാദ് സ്വദേശിനി 23 വയസ്സുള്ള ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശി തോമസ് ലാലിനെ കബളിപ്പിച്ച് 9,90,000 രൂപയാണ് യുവതി തട്ടിയെടുത്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംശയ നിവാരണത്തിനും പരാതികൾ ഉടൻ പരിഹരിക്കുന്നതിനും ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ സമിതി ഉടൻ പരിഹാരം കാണുകയും കുറ്റക്കാർക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ പാലോളി അബ്ദുറഹ്മാൻ രചിച്ച പലസ്തീൻ എന്ന പുസ്തകം KT ജലീൽ MLA പ്രകാശനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി VP അനിലിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ ആമുഖ പ്രഭാഷണം നടത്തി. കോഴിക്കോട് കാരശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി. കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചേനാടിനെയാണ് പുറത്താക്കിയത്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് R ഷെഫിൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് ധിക്കരിച്ച് ഷാനി മത്സരിക്കാൻ തീരുമാനിച്ചതാണ് നടപടി ആധാരമായത് എന്നാണ് സൂചന.
കോഴിക്കോട് നാദാപുരത്ത് 45 ലിറ്റർ വിദേശ മദ്യവുമായി ഓട്ടോ ഡ്രൈവർ എക്സൈസിന്റെ പിടിയിലായി. തൂണേരി സ്വദേശി താഴക്കുന്നിൽ ജെയിനാണ് അറസ്റ്റിലായത്. മാഹിയിൽ നിന്നും മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് പിടികൂടി. കക്കട്ടിൽ സ്വദേശിയായ അജിത്ത് എന്ന ജിത്തുവിന് കമ്മീഷൻ അടിസ്ഥാനത്തിൽ മദ്യം കടത്തുന്ന ഏജന്റാണ് നിധിനെന്ന് നാദാപുരം എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ കോശി വർഗീസ് പറഞ്ഞു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ അവകാശ സമരം നടത്തി. ജീവനക്കാർക്ക് മാസം കൃത്യമായി ശമ്പളം നൽകുക, ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകുക, സമയ നിയമ പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ സമരം. CITU ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനായി. ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിന്റെ ഭാഗമായി ജീവനക്കാരിൽ നിന്നുള്ള ഒപ്പുശേഖരണത്തിനും തുടക്കമായി. കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ 4ാമതെത്തിയ കുയിലൂർ ALP സ്കൂളിൽ വിജയോത്സവവും കലോത്സവ വിജയികൾക്ക് അനുമോദനവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. ശ്രീകണ്ഠാപുരം SHO ശ്രീജിത്ത് കോടേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് വിജേഷ് കുയിലൂർ, മദർ PTA പ്രസിഡന്റ് സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് പരിശീലനം നൽകിയ TV സജീവൻ കുയിലൂർ, ഫാത്തിമ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ജില്ലാ ശിശുക്ഷേമ സമിതി റാലി സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി P നിധിൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികളുടെ പ്രധാനമന്ത്രി റിസ ഫാത്തിമയ്ക്ക് ഫ്ളാഗ് കൈമാറി. അത്യുത്തര കേരളത്തിലെ മുച്ചിലോട്ട് കാവുകളിലെ കളിയാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ നമ്പ്രം മുച്ചിലോട്ട് കാവിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉത്തര കേരളത്തിലെ 9 പ്രധാന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വളപട്ടണം. 4 ദിവസം നീണ്ടുനിന്ന കളിയാട്ടം ഇന്ന് രാത്രി സമാപിക്കും. കണ്ണൂർ ജില്ലയിലെ വിവിധ സീബ്ര ക്രോസിംഗിൽ കണ്ണൂർ RTO എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തി. കാൽനട യാത്രക്കാർക്ക് മുൻഗണന ലഭിക്കുന്നില്ല എന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. 50ഓളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പരിശോധനകൾ തുടരുമെന്ന് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ES ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. IPL ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളെ പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജുവിന്റെയും ധോണിയുടെയും ചിത്രം പോസ്റ്റ് ചെയ്ത് കേരള പ്രീമിയർ ലീഗ് ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ചേട്ടൻ കരാർ ഒപ്പിട്ടു എന്ന് കുറിച്ചാണ് ധോണിക്കൊപ്പം ബാറ്റിൽ ഒപ്പുവെക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. ചെന്നൈ സൂപ്പർ കിങ്സുമായി കരാറിലെത്തിയ സഞ്ജുവിന്റെ പേര് ഔദ്യോഗികമായി ടീം ഇന്ന് പ്രഖ്യാപിക്കും. ടീമുകൾ നിലനിർത്തേണ്ട താരങ്ങളെ തീരുമാനിക്കാനുള്ള അവസാന ദിനം ഇന്നാണ്. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ലീഡ് തേടി ഇന്ത്യ ഇന്നിറങ്ങും. 1 വിക്കറ്റിന് 37 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കും. KL രാഹുലും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിലുള്ളത്. നേരത്തെ ദക്ഷിണാഫ്രിക്കയെ 159-ന് ഓൾ ഔട്ടാക്കിയ ഇന്ത്യ 122 റൺസ് പുറകിലാണ്. 5 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യക്ക് കരുത്തായത്. ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സ്പെയിൻ ഇന്നിറങ്ങും. ജോർജിയയാണ് 5ാം മത്സരത്തിൽ സ്പെയിന്റെ എതിരാളികൾ. 4-4 ജയിച്ച് ഗ്രൂപ്പിൽ മുന്നിലാണ് സ്പെയിൻ. ഗ്രൂപ്പ് ജെയിൽ ബെൽജിയത്തിനും വെയിൽസിനും ഇന്ന് നിർണായകമാണ്. ഇന്ന് ജയിച്ചാൽ ബെൽജിയത്തിന് ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാം. ചെസ് ലോകകപ്പിൽ 6ാം റൗണ്ടിൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ അർജുൻ എരിഗൈസിയും ഹരികൃഷ്ണയും സമനില വഴങ്ങിയിരുന്നു. ഇന്ന് 2ാം മത്സരത്തിൽ ജയിച്ചാൽ ഇരുവർക്കും 6ാം റൗണ്ടിലെത്താം. ഇന്നും സമനില വഴങ്ങിയാൽ ടൈ ബ്രേക്കറിലൂടെയാകും വിജയിയെ തീരുമാനിക്കുക. 24 താരങ്ങളുണ്ടായിരുന്ന ടൂർണമെന്റിൽ 2 ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എമർജൻ ഏഷ്യ കപ്പിൽ അതിവേഗ സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. UAEക്കെതിരെ ഇന്ത്യയുടെ 14-കാരൻ താരം 32 പന്തിലാണ് 100-ലെത്തിയത്. 42 പന്തിൽ 144 റൺസ് എടുത്താണ് വൈഭവ് പുറത്തായത്. മത്സരത്തിൽ UAE 148 റൺസിന് ഇന്ത്യ തകർത്തു. നേരത്തെ IPLലും വൈഭവ് സെഞ്ചുറി നേടിയിരുന്നു. ജപ്പാൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. സെമിയിൽ ജാപ്പനീസ് താരം കെൻഡ നിഷിമോട്ടോയാണ് ഇന്ന് ലക്ഷ്യയുടെ എതിരാളി. ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യൻ ലോക്കീനിനെ തോൽപ്പിച്ചാണ് ലക്ഷ്യ എത്തുന്നത്. മഹാരാഷ്ട്രയിൽ വേറിട്ട പ്രതിഷേധവുമായി വാഹനോടമ കഴുതകളെ കൊണ്ട് ധാർ വലിച്ച് ഷോറൂമിലേക്ക് പ്രതിഷേധം നടത്തി ജുന്നാർ നിവാസി ഗുണേഷ് സാങ്കഡെ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയ ധാറിൽ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ സ്ഥിരമായി വന്നതോടുകൂടിയാണ് കഴുതകളെ കൊണ്ട് ധാർ വലിപ്പിച്ച് ഷോറൂമിലേക്ക് പ്രതിഷേധം നടത്തിയത്. വാദ്യഘോഷത്തിനൊപ്പമായിരുന്നു പ്രതിഷേധം. കമ്പനിയുടെ നിർദ്ദേശം അനുസരിച്ച് നിരവധി തവണ സർവീസ് ചെയ്തിട്ടും വാഹനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാലാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത് എന്ന് സാങ്കഡെ. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ 1 ദിവസം ആർത്തവ അവധി നൽകി കർണാടക സർക്കാർ. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവധി ബാധകമാണ്. 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കാണ് അവധി അനുവദിക്കുക. ആർത്തവ അവധിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല എന്നും ഉത്തരവിലുണ്ട്. ജമ്മുകശ്മീരിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയിൽ 2 ഭീകരർ പിടിയിൽ. സോപ്പോറിലെ
മോമിനാബാദിലെ സാത്തി കോളനിയിൽ സുരക്ഷാ സേന നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരർ പിടിയിലായത്. മാസ്ബഗിലെ മൊഹല്ല തൗഹീദ് സ്വദേശി ഷബീർ അഹമ്മദ് നജാർ, ബ്രാദ് സോപ്പൂർ സ്വദേശി ഷബീർ അഹമ്മദ് മിർ എന്നിവരാണ് അറസ്റ്റിലായത്. പിസ്റ്റൾ, മാഗസിൻ, 20 ലൈവ് റൗണ്ടുകൾ, 2 ഹാൻഡ് ഗ്രനേഡുകൾ, ആയുധങ്ങൾ, തോക്കുകൾ എന്നിവയും ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. രാജ്യവ്യാപകമായി കുടിയേറ്റ സർവേക്ക് ഒരുങ്ങി കേന്ദ്ര സർക്കാർ. 2026 ജൂലൈ മുതൽ ഒരു വർഷം നീളുന്ന സർവേയാണ് നടക്കുക. കുടിയേറ്റ തോത്, സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റം, ഹ്രസ്വകാല കുടിയേറ്റം തുടങ്ങിയവ കണക്കാക്കും. 2020-21 തൊഴിൽ സർവേയുടെ ഭാഗമായുള്ള കുടിയേറ്റ കണക്കുകളാണ് നിലവിലുള്ളത്. 2020-21 സർവേ പ്രകാരം കുടിയേറ്റക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ 28.9%. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ഇടക്കാല സർക്കാർ തലവനും മുഖ്യോപദേഷ്ടാവുമായ മുഹമ്മദ് യൂനുസ് രാജ്യത്തെ ഭരണഘടന പരിഷ്കരിക്കുന്നതിനായി തയ്യാറാക്കിയ ജൂലൈ ചാർട്ടറിൽ ദേശീയ ഹിതപരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശ് പാർലമെന്റിനെ ദ്വിസഭകളാക്കുക എന്നതടക്കം നിരവധി പരിഷ്കാരങ്ങൾ ചാർട്ടറിൽ ഉണ്ട്. യുക്രൈനിൽ ആക്രമണം ശക്തിപ്പെടുത്തി റഷ്യൻ സൈന്യം. കീവിലെ കെട്ടിട സമുച്ചയത്തിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറ്റിയ ആക്രമണം, 6 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഹീനമായ ആക്രമണമെന്ന് വ്ളാദിമിർ സെലൻസ്കി. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്ന ഡെമോക്രാറ്റുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പരിശോധനയ്ക്ക് അറ്റോർണി ജനറലിനോടും FBI-യോടും ആവശ്യപ്പെടും. എപ്സ്റ്റീൻ ഫയൽസിൽ തന്റെ പിന്നാലെ വന്ന സമയം കളയരുതെന്നും ട്രംപ്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ തീരുവ പിൻവലിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാപ്പി, വാഴപ്പഴം, ബീഫ് എന്നിവ ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അമിത തീരുവ പിൻവലിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. വിലക്കയറ്റം മൂലം ട്രംപ് ഭരണകൂടം സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് നീക്കം. കാനറി ദ്വീപിൽ നിന്ന് 57 കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തി സ്പാനിഷ് തീരസംരക്ഷണ സേന. ഗ്രാൻഡ് കാനറിയ ദ്വീപിൽ നിന്ന് 3 മൈൽ അകലെ നിന്നാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കുടിയേറ്റക്കാരെ അർഗിനേഗുയിൻ തുറമുഖത്ത് എത്തിച്ചത്. എൽ ഹിയറോ ദ്വീപിൽ നിന്ന് 377 കുടിയേറ്റക്കാരെ എങ്കിലും രക്ഷപ്പെടുത്തിയതായി സ്പാനിഷ് തീരസംരക്ഷണ സേന അറിയിച്ചു. 2024 അപേക്ഷിച്ച് ഈ വർഷം കുടിയേറ്റക്കാരുടെ എണ്ണം 46% കുറഞ്ഞു. പനോരമ ഡോക്യുമെന്ററി വിവാദത്തിൽ BBC-ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. BBC-ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. $1 ബില്യൺ മുതൽ $5 ബില്യൺ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരിക്കും കേസ് കൊടുക്കുക എന്നും ട്രംപ് വ്യക്തമാക്കി. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ട്രംപ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ലൂവർ മോഷണത്തിലെ ഡിറ്റക്റ്റീവിന്റെ ചിത്രം പങ്കുവച്ച് ഫ്രാൻസ് എംബസി. ചൈനക്കാരേക്കാൾ മികച്ച ചാരന്മാർ ഉണ്ടെന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത്. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ സർവകലാശാലകളിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തെ ട്രംപ് ന്യായീകരിച്ചു. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ 5000 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയതായി റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ തസ്തികകളിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിലാണ് ജീവനക്കാരിൽ ഭൂരിഭാഗവും നിയമിതരായതെന്നും ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ സ്കോട്ട് കൂപ്പർ പറഞ്ഞു. H-1B വിസ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങിയ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പ്രതിനിധി മജോറി ടെയ്ലർ. H-1B പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ്, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകാൻ ബില്ല് നിർദ്ദേശിക്കുന്നതായും ടെയ്ലർ വ്യക്തമാക്കി. സ്പെയിനിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജനുവരി മുതൽ ഒക്ടോബർ വരെ 27% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സ്പെയിനിലെ ബറേലിക്സ് ദ്വീപിൽ 360ഓളം ആളുകളുമായി 19 ബോട്ടുകളാണ് എത്തിയത്. തായ്ലൻഡുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമത്തിൽ നിന്നും 250 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് കംബോഡിയ. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നിന്നാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. സുഡാനിൽ കിഴക്കൻ മേഖല പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ട RSF നോർത്ത് കോണ്ടോഫാൻ തലസ്ഥാനമായ എൽ ഒബെയ്ദിൽ അടക്കം RSF വിന്യാസം വ്യാപിച്ചതായ റിപ്പോർട്ട്. കോൺഫോദാൻ, കാർട്ടൂം, പോർട്ട് സുഡാൻ എന്നിവിടങ്ങളിലെ ഏത് പ്രദേശത്തും അക്രമം നടത്തുമെന്നാണ് സൂചന. ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്കു വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചതായ റിപ്പോർട്ട്. ഈ മാസം 1 അരിസോണയിലെ ഫീനിക്സ് മേസ വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ച ചരക്കു വിമാനം തടഞ്ഞെന്നാണ് റിപ്പോർട്ട്. അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് നവംബർ 8 വിമാനം US-ലേക്ക് മടങ്ങി.
ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അമേരിക്ക. ഈ വർഷം തന്നെ വ്യാപാര ചർച്ചകൾ ഫലം കാണുമെന്നും US അറിയിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചാൽ ഇന്ത്യക്കെതിരായ താരിഫ് കുറയ്ക്കുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയിരുന്നു. പാകിസ്ഥാൻ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. കിഴക്കൻ പടിഞ്ഞാറൻ അതിർത്തികളെ നേരിടാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. ഇസ്ലാമാബാദ് കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഖ്വാജയുടെ പ്രസ്താവന. ചാവേർ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷം വഷളായിരിക്കുകയാണ്. ആഫ്രിക്കയെ ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം കോളറ ബാധയെന്ന് റിപ്പോർട്ട്. ഇതുവരെ 3 ലക്ഷം കോളറ കേസുകൾ സ്ഥിരീകരിച്ചു. 7000-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രോഗബാധയിൽ 30% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അങ്കോള, ബുറുണ്ടി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശീയ ഭാഷയിലായിരിക്കണമെന്ന നയം സർക്കാർ റദ്ദാക്കി. പ്രീ പ്രൈമറി തലം മുതൽ സർവകലാശാല വരെ ഇനി ഇംഗ്ലീഷിൽ പഠിക്കാമെന്ന നയം പുനഃസ്ഥാപിച്ചു. 3 വർഷം മുൻപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ഫലപ്രദമായിരുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുഞ്ചി അലൗസ പറഞ്ഞു. ഭൂചലനങ്ങൾക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ ഫിലിപ്പീൻസിൽ താൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ചാരം വ്യാപിച്ചത് 3 കിലോമീറ്ററോളം. 24 മണിക്കൂറിനിടെ മേഖലയിൽ ഉണ്ടായത് 7 അഗ്നിപർവ്വത ഭൂകമ്പങ്ങൾ. കാനറി ദ്വീപുകളിൽ നിന്ന് കുട്ടികളെ ഫ്രാൻസിലേക്ക് കടത്തുന്നതായി വിവരം. ലാൻസറോട്ട്, മാഡ്രിഡ് മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 11 പേർ അറസ്റ്റിൽ. കരയും കടലിലും ആകാശത്തും സ്വയം നിയന്ത്രിത വാഹനങ്ങളുമായി കുതിപ്പിനൊരുങ്ങി അബുദാബി. യാസ് മറീന സർക്യൂട്ടിൽ നടക്കുന്ന ഓട്ടോണമസ് വീക്കിലാണ് ഇത്തരം വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഡ്രൈവറില്ലാ ഗതാഗതത്തിലേക്കുള്ള അബുദാബിയുടെ പരിവർത്തനത്തിന് ഇതോടെ വേഗം കൂടി. വരുമാനത്തിൽ കൂടുതൽ പണമിടപാട് നടത്തുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. കള്ളപ്പണം വെളുപ്പിക്കുക, ഭീകരവാദത്തിന് ധനസഹായം നൽകുക എന്നിവയ്ക്കെതിരായ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നിരീക്ഷണം. വാണിജ്യ വ്യക്തിഗത അക്കൗണ്ടുകളിൽ നിന്നുള്ള ഓൺലൈൻ ഉൾപ്പെടെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷിക്കും. അങ്കോളയിലെ തന്ത്രപ്രധാന മേഖലകളിൽ 650 കോടി ദിർഹം നിക്ഷേപിക്കാൻ ഒരുങ്ങി UAE. ഊർജ്ജം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്കാണ് ഊന്നൽ. AI മുതൽ കസ്റ്റംസ് സഹകരണം വരെയുള്ള മേഖലകളിൽ 44 കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. സ്മാർട്ട് വേയിൽ സർവീസ് ആരംഭിച്ച് ജാമ്യ നടപടികൾ വേഗത്തിലാക്കി അജ്മാൻ പോലീസ്. ഇതോടെ 71 മിനിറ്റ് എടുത്തിരുന്ന ജാമ്യ നടപടികൾ 16 മിനിറ്റിനകം പൂർത്തിയാക്കാം. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സേവനം എളുപ്പമാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. വാഹന ഇൻഷുറൻസിനായി അംഗീകൃത കമ്പനികളുടെ പട്ടിക പുറത്തിറക്കി കുവൈറ്റ് ഗതാഗത വകുപ്പ്. പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് പോളിസി നൽകാനും പുതുക്കാനും അനുമതിയുള്ളൂവെന്നും വകുപ്പ് വ്യക്തമാക്കി. പട്ടികയിൽ ഉൾപ്പെടാത്ത കമ്പനികളിൽ നിന്നുള്ള പോളിസികൾ സാധുവായതല്ലെന്നും ട്രാഫിക് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റ വിസയിൽ GCC രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനത്തിന് GCCയുടെ അംഗീകാരം. അടുത്ത മാസം മുതൽ UAEയും ബഹ്റൈനും തമ്മിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. സൗദി അറേബ്യയിലെ കര, കടൽ, വ്യോമ കവാടങ്ങളിൽ യാത്രാ നടപടികൾ ലളിതമാക്കുന്നതിനായി ഉടൻ തന്നെ സ്മാർട്ട് പാസ് സംവിധാനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധന നടത്തുന്ന ഈ സംവിധാനം വഴി ഒരേ സമയം 35 ആളുകളുടെ വരെ തിരിച്ചറിയൽ പരിശോധന പൂർത്തിയാക്കാനാകും. സൗദിയിൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. വീശിയടിക്കുന്ന കാറ്റും ആലിപ്പഴ വർഷവും മിന്നൽ വെള്ളപ്പൊക്കവും ഉണ്ടാകാമെന്നും മുന്നറിയിപ്പ്. റിയാദിൽ പൊതുഗതാഗതം ജനകീയമാകുന്നു. നഗരത്തിലെങ്ങുമുള്ള സഞ്ചാരത്തിന് ബസിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 10 കോടിയിലേറെയായതായി അധികൃതർ. തലസ്ഥാന നഗരിയുടെ ബസ് ശൃംഖല 1900 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന 91 റൂട്ടുകളിലായാണ് പ്രവർത്തിക്കുന്നത്. UAEയിൽ താപനില കുറഞ്ഞ നിലയിൽ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. പകൽ സമയത്ത് ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസിനും 31 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. എന്നാൽ രാത്രിയിൽ കുറഞ്ഞ താപനില 15 ഡിഗ്രി മുതൽ 19 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയും. ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ ഗോൾഡ് നിയന്ത്രണ പരിധിക്ക് പുറത്താണെന്ന് സെബി മുന്നറിയിപ്പ് നൽകിയതോടെ നിക്ഷേപം പിൻവലിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഫിൻടെക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള പിൻവലിക്കൽ 3 ഇരട്ടിയായതായാണ് റിപ്പോർട്ട്.
2024 YR4 എന്ന ചിഹ്നഗ്രഹം ചന്ദ്രനെ ഇടിക്കാനുള്ള സാധ്യത 30% ആയേക്കുമെന്ന് ന്യൂ സയന്റിസ്റ്റ് റിപ്പോർട്ട്. നിലവിലെ വിലയിരുത്തലുകൾ പ്രകാരം 4% കണക്കുകളെങ്കിലും 2032ഓടെ ഇത് 30% ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ടാറ്റ ഗ്രൂപ്പിലെ പ്രധാന ട്രസ്റ്റുകളിലൊന്നായ സർദോറാബ്ജിയിൽ ട്രസ്റ്റിയായി നോയൽ ടാറ്റയുടെ മകൻ നെവിൽ ടാറ്റ. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈറ്റ് ഹൗസ് എന്ന വമ്പൻ സൈബർ ക്രിമിനൽ സംഘത്തെ തകർക്കാൻ നിയമ നടപടിയുമായി ഗൂഗിൾ. സൈബർ തട്ടിപ്പ് നടത്താൻ ഫിഷിംഗ് ഫോർ ഡമ്മീസ് കിറ്റുകൾ ലോകം മുഴുവൻ അനധികൃതമായി സംഘം വിൽക്കുന്നുവെന്നാണ് ആരോപണം. വേദിയിൽ കാലിടറി വീണ റഷ്യയുടെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് എയ്ഡോൾ എന്ന റോബോട്ടാണ് മോസ്കോയിൽ നടന്ന പരിപാടിയിൽ കാലിടറി വീണത്. ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ യാൻ ലെകുൻ മെറ്റ വിടുന്നു. മെറ്റയുടെ ചീഫ് AI ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. സ്വന്തമായി AI സ്റ്റാർട്ടപ്പ് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാൻ മെറ്റയുടെ പടിയിറങ്ങുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാരുതി EV ദിനത്തിലേക്ക് ഡിസംബർ 2-ാം തീയതി ഈ വിചാരയുടെ വില ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് കമ്പനി അറിയിച്ചു. സ്വകാര്യതയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ നൂതനമായ AI പ്രോസസ്സിംഗ് സാധ്യമാക്കാൻ ഗൂഗിൾ AI മോഡലുകളെ കൂടുതൽ മികച്ചതാക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രൈവറ്റ് AI കമ്പ്യൂട്ട് എന്ന പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോം കമ്പനി അവതരിപ്പിച്ചു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയ്ക്ക് സമാനമായി വാട്സാപ്പിലും യൂസർ ID വരുന്നതായി റിപ്പോർട്ട്. ഉപയോക്താക്കൾക്ക് ഇനി ഫോൺ നമ്പറിന് പകരം ഉപയോക്തൃനാമം ഉപയോഗിക്കാൻ സാധിക്കും. സാംസങ്ങിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രിപ്പിൾ ഫോൾഡബിൾ ഫോണായ ഗാലക്സി Z ട്രൈ ഫോൾഡ് അടുത്ത മാസം ആദ്യം അവതരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായുള്ള ലോഞ്ച് ഈവന്റിനുള്ള ഒരുക്കങ്ങൾ സാംസങ് ആരംഭിച്ചതായാണ് സൂചന. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ സ്വീകാര്യത നേടിയ ഒപ്പോ റെനോ സീരീസിന്റെ അടുത്ത പതിപ്പ് ഉടൻ എത്തുമെന്ന് റിപ്പോർട്ട്. ഒപ്പോ റെനോ 15, റെനോ 15 Pro മോഡലുകൾ ഈ മാസം ചൈനയിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. 2026 CMAT പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ അവസാനിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ 17-നകം ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാം. ബാങ്ക് ഓഫ് ബറോഡ 2700 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. പ്രമുഖ സിനിമാ കലാസംവിധായകൻ തോഡാധരണിയെ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവലിയർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം ആഗോളതലത്തിൽ അവതരിപ്പിച്ചതിനുള്ള അംഗീകാരം എന്ന് മന്ത്രാലയം അറിയിച്ചു. മഹേഷ് ബാബു, SS രാജമൗലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. മന്ദാകിനി എന്ന കഥാപാത്രത്തെയാണ് പ്രിയങ്ക അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയിൽ OTT പ്രേക്ഷകരുടെ എണ്ണം 41% ഉയർന്നെന്ന് പഠനം. 60.12 കോടി OTT പ്രേക്ഷകർ എന്നാണ് പഠനം. മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടൈ വാലിബൻ ജപ്പാനിൽ റിലീസിന് ഒരുങ്ങുന്നു. ജനുവരി 17-ന് ജപ്പാനീസ് ഭാഷയിൽ മൊഴിമാറ്റി ചിത്രം എത്തും. ഹൊറർ ഫാന്റസി തുമ്പാടിന് ശേഷം സംവിധായകൻ രാഹി അനിൽ ബാർവയുടെ പുതിയ ചിത്രം മായാസഭയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കി. ജാവേദ് ജാഫ്രിയാണ് പ്രധാന കഥാപാത്രം ആകുന്നത്. OTT പ്ലാറ്റ്ഫോമിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ ഒരു പിടി സിനിമകളും സീരീസും. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു ചിത്രം ഡ്യൂഡ്, സെന്ന ഹെഗ്ഡെയുടെ അവിഹിതം, ധ്യാൻ ശ്രീനിവാസന്റെ വള, സർജാനോ ഖാലിദ് നായകനാകുന്ന വെബ് സീരീസ് കപ്ലിംഗ്, മലയാളത്തിലെ ആദ്യ ഹൊറർ കോമഡി വെബ് സീരീസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവയാണ് ഇന്നു മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്.